ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷത്തിന്റെ പശ്ചാത്തലം ബെത്സയിദായിൽ കർത്താവ് നൽകുന്ന രോഗശാന്തിയാണ്. ആ രോഗശാന്തി നൽകിയപ്പോൾ യഹൂദന്മാർക്ക് വലിയ എതിർപ്പുണ്ടായി. യഹൂദന്മാര് യേശുവിനെ ദ്വേഷിച്ചു എന്നാണ് തൊട്ടു മുമ്പായിട്ട് പറയുക. സാപത്തിൽ രോഗശാന്തി നൽകിയതിന് തുടർന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. എന്താണ് സാപത്ത്? സാപത്ത് ദൈവം വിശ്രമിച്ച ദിവസമാണ്. പക്ഷെ ആ വിശ്രമം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ പരിപാലിക്കുന്നതിൽ നിന്ന്, ലോകത്തിൽ ജീവൻ നിറയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒന്നല്ല. പിതാവായ ദൈവം എപ്പോഴും പ്രവർത്തനനിരതനാണ്. ആ ദൈവത്തെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഈശോ നൽകിയത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നതും അത് തന്നെയാണ്. പിതാവിനെ പറ്റിയിട്ടുള്ള ഏറ്റവും മനോഹരമായ വെളിപ്പെടുത്തലാണ് ഈശോ നൽകുന്നത്. ആ പിതാവ് സ്നേഹനിധിയാണ്. ആ പിതാവ് ജീവൻ നൽകുന്നവനാണ്. ആ പിതാവിന്റെ മക്കളാണ് നമ്മൾ. സദാ പ്രവർത്തനനിരതനായിരിക്കുന്ന പിതാവ് ലോകത്തെ എന്നും സ്നേഹിച്ചുകൊണ്ട് ജീവനിൽ നിലനിർത്തിക്കൊണ്ട് ആ പിതാവ് എന്നും നമ്മോടുകൂടി ആയിരിക്കുന്നു. ആ പിതാവിനെയാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. പിതാവ് പുത്രനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ പിതാവിന്റെ സ്നേഹമാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരേണ്ടത് എല്ലാം പരിപാലിക്കുന്ന, ജീവൻ കൊണ്ട് സ്നേഹം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിറയ്ക്കുന്ന ദൈവപിതാവിന്റെ പരിപാലനയാണ്. ദൈവപിതാവിന്റെ സാന്നിധ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിരാശയുടെ മേഖലകളിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ, തിന്മ നിറയുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ കാണുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും, ദൈവം എവിടെയാണ്? ദൈവം നമ്മോടൊപ്പമുണ്ട്, നമ്മെ പരിപാലിക്കുന്നുണ്ട്, തന്റെ സ്നേഹവും ജീവനും നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് മറന്ന് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. അതുകൊണ്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ഈ ലോകത്തിലെ തിന്മയും പാപവും ഒക്കെ പെരുകിയാലും ആത്യന്തികമായി ദൈവത്തിന്റെ ശക്തിയാണ് വിജയിക്കുക. ആ ശക്തിയിൽ വിശ്വസിക്കാനും നന്മയോടൊപ്പം നിൽക്കാനും ദൈവത്തിന്റെ നല്ല മക്കളാകാനും ലോകത്തിന് അനുരൂപരാകാതിരിക്കാനും നമുക്ക് കടമയുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം യേശുവിനെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തലാണ്. യേശു സ്വയം നൽകുന്ന വെളിപ്പെടുത്തലാണ്. കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ് 24-ാം വാക്യത്തില്, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കർത്താവ് ശിക്ഷിക്കാനല്ല ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, ജീവനിലേക്ക് വിളിക്കാനാണ്. ആ ജീവൻ എന്നും അവിടെ നമുക്ക് നൽകുന്നു, സമൃദ്ധമായ ജീവൻ. മരണത്തിന് നമ്മുടെ മേൽ അവസാന വാക്കില്ല. കാരണം കർത്താവ് മരണത്തെ ജയിച്ചിരിക്കുന്നു. മരിച്ചവരും ദൈവപുത്രന്റെ സ്നേഹമുള്ള ശബ്ദം കേൾക്കുന്നു. ആ സമയം ഇതാ വന്നു കഴിഞ്ഞെന്ന് കർത്താവ് പറയുകയാണ്. അങ്ങനെ മരിച്ചുപോയവരും ജീവിക്കുമെന്നുള്ള വാഗ്ദാനം ശക്തമായിട്ട് കർത്താവ് നൽകുന്നു. അപ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഈശോയുടെ മുമ്പിലാണ് നാം എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അടുത്ത വ്യാഴാഴ്ച നമുക്കറിയാം കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാളാണ്. ഈ ലോകത്തിനപ്പുറത്തേക്ക് സ്വർഗത്തിലേക്ക് ദൃഷ്ടി പായിക്കാൻ, കണ്ണുകൾ ഉയർത്തി നോക്കാൻ ഈശോ നമ്മോട് പറയുകയാണ്. കർത്താവിലേക്ക് തന്നെ നോക്കാൻ. തന്നിലേക്ക് നോക്കുന്നവരൊക്കെ ജീവിതത്തിലെ അവരുടെ മുഖം പ്രസാദപൂർണമാകും. അവരുടെ ജീവിതം പ്രശോഭിക്കും. ഭീതിയും
ഭയപ്പാടും പാപവും നിരാശയുമൊക്കെ, യുദ്ധവും വിദ്വേഷവും ഒക്കെ നിറയുന്ന, കെടുതികൾ നിറയുന്ന, മതമർദ്ദനങ്ങൾ നിറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് വലിയ പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന നാഥനായിട്ട് നമ്മോടൊപ്പം വാഴുന്നു എന്നുള്ളത് നമുക്കൊക്കെ എത്ര ആശ്വാസം നൽകുന്നതാണ്. പലരും പാപത്തിൻ്റെ ഭാരത്താൽ, കുറ്റബോധത്താൽ തളർന്നിരിക്കുന്നവരുണ്ട്. ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രതിസന്ധികളിൽ നിരാശരായി പോകുന്നവരുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈശോ ശക്തമായിട്ട് നമ്മോട് പറയുകയാണ്, ജീവന്റെയും സ്നേഹത്തിന്റെയും നിറവായ തന്നിലേക്ക് കടന്നു വരിക. പിതാവ് ജീവന്റെയും സ്നേഹത്തിന്റെയും നിറവായിരിക്കുന്നത് പോലെ താനും ജീവനും സ്നേഹവും നിറച്ചു നൽകുന്നവനാണ്. തന്നിൽ പ്രത്യാശ വയ്ക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. മൂന്നാമത് നമ്മൾ വിചിന്തനം ചെയ്യുക, എങ്ങനെയാണ് പിതാവിനെ അറിയുക, എങ്ങനെയാണ് ഈശോയെ അറിയുക. വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു 24 വാക്യത്തിൽ, എൻ്റെ വചനം കേൾക്കുക, അയച്ചവനെ വിശ്വസിക്കുക. വചനം ആഴമായി കേൾക്കുന്നവരാണ് നമ്മൾ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ബൈബിൾ പഠിക്കാനും അത് പകർത്തി എഴുതാനും ആദ്യം മുതൽ അവസാനം വരെ കൈകൊണ്ട് എഴുതാനും ഒക്കെയുള്ള ശ്രമങ്ങളുണ്ട്. വിവിധ ഭാഷകളിൽ എഴുതുന്നു. വചനം പഠിക്കുക, വചനം വായിക്കുക, ധ്യാനിക്കുക, അത് കടലാസിൽ മാത്രം എഴുതാതെ ജീവിതത്തിലേക്ക് പകർത്തുക. അങ്ങനെ വചനത്തിൻ്റെ ഉപാസകരായിട്ട് നമ്മൾ മാറുക. ഒപ്പം തന്നെ ഈ വചനത്തിൻ്റെ മക്കളായി നമ്മൾ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം വേണം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ആലോചന ചോദിക്കണം. ആത്മാവ് നമ്മുടെ സത്യത്തിലേക്ക് നയിക്കും, നമ്മുടെ മനസ്സ് തുറക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നത്തെ പഴയ നിയമ വായന 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അവിടെ ഏലിയ പ്രവാചകന്റെ പിൻഗാമിയായിട്ട് എലീഷ നിയുക്തനാകുകയാണ്. ആ എലീഷായുടെ വാക്കുകൾ നമ്മളൊന്ന് ഓർക്കുക. എലീഷ ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ഏലിയായോട്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. നമ്മളും ചോദിക്കേണ്ടത് ഇത് മാത്രമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കൃപയുടെ പങ്ക് എനിക്ക് ലഭിക്കണം എന്ന് തീക്ഷ്ണമായിട്ട് യാചിച്ചാൽ ആത്മാവ് നമ്മിൽ നിറയും. ആത്മാവിൻ്റെ സമൃദ്ധമായ അഭിഷേകം നമുക്കുണ്ടാകും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ദിവസം കർത്താവ് സന്നിധിയിലായിരിക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹവും ജീവനും നൽകുന്ന പ്രവർത്തന രീതി മക്കൾ സ്വന്തമാക്കണം. ഈശോ നമ്മെ നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഈ ലോകത്തിൽ നൽകുന്നവനാണ്. അതുപോലെ തന്നെ വചനം ആഴമായി വായിച്ച് ജീവിതത്തിൽ പകർത്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങൾ നിർവഹിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായിട്ടുള്ള ദിശാബോധം നൽകും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.